ഹായ് ഓൾ, ബിഗ് ബോസ് മലയാളം സീസൺ 7. ഗ്രൂപ്പിസം പൊളിക്കാനും സ്ട്രാറ്റജി പൊളിക്കാനും സേഫ് ഗെയിമേഴ്സിനെ പൊളിച്ചെടുക്കാനും ഒക്കെ 5 വൈൽഡ് കാർഡ് ബിഗ് ബോസ് ഹൗസിൽ എത്തിയിട്ടുണ്ട്. പുറത്തുനിന്ന് കളി ഇത്രയും നാൾ കണ്ടുവന്നതിൻ്റെ ആവേശത്തിലും ആത്മവിശ്വാസത്തിലുമാണ് അവർ എത്തിയിരിക്കുന്നത്. ജിഷിൻ, മസ്താനി, പ്രവീൺ, സാബുമാൻ, ലക്ഷ്മി എന്നിവരാണ് ഹൗസിലെത്തിയത്. കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ, ഇവർ ഗ്രൂപ്പ് പൊളിക്കുവോ അതോ ഗ്രൂപ്പിൻ്റെ ഭാഗമാവോ അതോ ഇനി പുതിയ ഗ്രൂപ്പ് തുടങ്ങുമോ എന്നെല്ലാം നമുക്ക് കണ്ടറിയാം. ബിഗ് ബോസ് തന്നെ സെലക്ട് ചെയ്ത 5 പേരാണ് ഇവരെ ഓരോരുത്തരെയും ഇൻവൈറ്റ് ചെയ്തത്. ഷാനവാസ് ജിഷിനെയും, റെന മസ്താനിയെയും, അനീഷ് പ്രവീണിനെയും, ആര്യൻ സാബുമാനെയും, നെവിൻ ലക്ഷ്മിയെയും അകത്തേക്ക് സ്വീകരിച്ചു കൊണ്ടുവന്നു. പുതുതായി 5 പേര് വന്നതാണ്. അപ്പോൾ എന്തായാലും ബിഗ് ബോസ് ഒരു 7ന്റെ പണി കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിനുമുമ്പ് ഒരു കാര്യം, ചാനലിലെ വീഡിയോസൊക്കെ എല്ലാവരും കാണാറുണ്ട്, സന്തോഷം. ഒപ്പം തന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണം കേട്ടോ. ബിഗ് ബോസ് തന്നെ അവർക്കൊരു ടാസ്ക് കൊടുത്തു. ഹൗസിലെ ഓരോ ഗ്യാങ്ങുകളുണ്ടല്ലോ, ഈ ഗ്യാങ് കൾച്ചറിൽ നിന്നുകൊണ്ട് കുതന്ത്രങ്ങൾ മെനയുന്ന ഒരാളെയും ഈ ഗ്യാങ് കൾച്ചർ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത് കണ്ടില്ലെന്ന് അടിച്ചു നിൽക്കുന്ന ഒരാളെയും ഹൗസിൽ നിന്നിട്ട് ഒരു ഗുണവുമില്ലാത്ത ബോറിംഗ് ആയ ഒരാളെയും തിരഞ്ഞെടുക്കാനാണ് ബിഗ് ബോസ് അവരോട് പറഞ്ഞത്. ഇങ്ങനെ ഒരാൾക്ക് 3 പേരെ തിരഞ്ഞെടുക്കാം, പക്ഷെ ഒരാൾ ചൂസ് ചെയ്ത ആളെ മറ്റൊരാൾക്ക് തിരഞ്ഞെടുക്കാൻ പാടില്ലെന്നും ബിഗ് ബോസ് പറഞ്ഞു. ലക്ഷ്മിയാണ് ആദ്യം വന്നത്. കുതന്ത്രം മെനയുന്ന ആളായിട്ട് തിരഞ്ഞെടുത്തത് അക്ബറിനെയാണ്. അപ്പാനിയുടെ കൂടെയുള്ള ജീവിതമാണ് അവർ ഉദ്ദേശിച്ചത്. ഗ്രൂപ്പിസം കണ്ടില്ലെന്ന് അടിക്കുന്ന ആളായിട്ട് തിരഞ്ഞെടുത്തത് ബിന്നിയാണ്. ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നത്, പല കാര്യങ്ങളും ഇഗ്നോർ ചെയ്യുന്നു പറഞ്ഞു. ഒരു ഗുണവുമില്ലാത്ത ആളായിട്ട് കണ്ടത് ശൈത്യയാണ്. ശൈത്യ പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യുന്നില്ല. അടുത്തതായിട്ട് വന്നത് മസ്താനിയാണ്. കുതന്ത്രം മെനയുന്ന ആളായിട്ട് തിരഞ്ഞെടുത്തത് അപ്പാനിയാണ്. അക്ബറിന്റെ ഗ്യാങ്ങും ആ ഒരു സ്ട്രാറ്റജിയൊക്കെയാണ് കാരണം പറഞ്ഞത്. ഗ്രൂപ്പിസം കണ്ടില്ലെന്ന് അടിക്കുന്ന ആളായിട്ട് തിരഞ്ഞെടുത്തത് ആര്യനെയാണ്. എല്ലാ ഗ്രൂപ്പിനെ പറ്റി അറിയാവുന്ന ആളാണ്, പക്ഷെ കണ്ടില്ലെന്ന് അടിക്കുകയാണ്. ഒരു ഗുണവുമില്ലാത്ത ആളായിട്ട് മസ്താനി തിരഞ്ഞെടുത്തത് രേണുസുതിയാണ്. 72 ക്യാമറകൾ ഉണ്ടായിട്ടും ഇതിന്റെ ഒന്നും കണ്ണിൽപ്പെടാതെ എങ്ങനെ നടക്കാൻ സാധിക്കുന്നു? അത് കഴിവല്ല, കഴിവുകേടാണെന്നാണ് മസ്താനി പറഞ്ഞത്. അടുത്തായിട്ട് പ്രവീൺ. കുതന്ത്രം മെനയുന്ന ആളായിട്ട് തിരഞ്ഞെടുത്തത് ഷാനവാസിനെയാണ്. ഗ്രൂപ്പ് ഇല്ലെന്ന് വിചാരിച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കിയ ആളാണ് ഷാനവാസ്. പ്രവീൺ ഗ്രൂപ്പിസം കണ്ടില്ലെന്നടിക്കുന്ന ആളായിട്ട് ഒനീലിനെയാണ് തിരഞ്ഞെടുത്തത്. ഒരു ഗ്രൂപ്പിന്റെ പാർട്ടാണ് ഒനീൽ, എന്നിട്ടും അല്ലാത്ത പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഒരു ഗുണവുമില്ലാത്ത ആളായിട്ട് പ്രവീൺ തിരഞ്ഞെടുത്തത് അനീഷിനെയാണ്. അനീഷ് ബോറിംഗ് ആണ്, നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. അടുത്തായിട്ട് ജിഷിനാണ്. കുതന്ത്രം മെനയുന്ന ആളായിട്ട് പറഞ്ഞത് അഭിലാഷിന്റെ പേരാണ്. ഒറ്റപ്പെട്ട് നിന്നിട്ട് രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ ഭാഗമായി മാറിയ ആളാണ് അഭിലാഷ്. ഗ്രൂപ്പിസം കണ്ടില്ലെന്നടിക്കുന്ന ആളായിട്ട് ജിഷിൻ തിരഞ്ഞെടുത്തത് ജിസൈലിനെയാണ്. ഗ്രൂപ്പിൽ നടക്കുന്ന മോശപ്പെട്ട കാര്യങ്ങൾ ജിസൈൽ കണ്ടില്ലെന്ന് നടിക്കുന്നു. ഒരു ഗുണവുമില്ലാത്ത ആളായിട്ട് ജിഷിൻ തിരഞ്ഞെടുത്തത് റെനയാണ്. ടിവിയിൽ റെനയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ മ്യൂട്ട് ചെയ്ത് കളയെന്ന് പറഞ്ഞു. അടുത്തായിട്ട് സാബുമാനാണ്. കുതന്ത്രം മെനയുന്ന ആളായിട്ട് തിരഞ്ഞെടുത്തത് നൂറയാണ്. അനുമോളെ ഫേവർ ചെയ്ത് നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. ഗ്രൂപ്പിസം കണ്ടില്ലെന്ന് നടിക്കുന്ന ആളായിട്ട് സാബുമാൻ തിരഞ്ഞെടുത്തത് അനുമോളയാണ്. ഗ്രൂപ്പിലില്ലാതെ ഒരു ഗ്രൂപ്പിലായ ആളാണ് അനുമോൾ എന്നാണ് പറഞ്ഞത്. ഒരു ഗുണവുമില്ലാത്ത ആളായിട്ട് സാബുമാൻ തിരഞ്ഞെടുത്തത് ആദിലയാണ്. ആദില കുറച്ചുകൂടെ ഓണാവണം. നൂറയില്ലാതെ ആദിലയില്ല, ആദിലയില്ലാതെ നൂറയില്ല, അങ്ങനെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം ടാസ്കിന്റെ 2ാം ഘട്ടത്തിലേക്ക് എത്തി. ഈ പറഞ്ഞതിൽ ഒന്നും പെടാത്ത ഒരാളായിരുന്നു നെവിൻ. സോ ബിഗ് ബോസ് നെവിൻ ഒരു ടാസ്ക് കൊടുത്തു. പുതിയ മത്സരാർത്ഥികളെ സ്വാഗതം ചെയ്യുക. അതിൽ 4 കാര്യങ്ങളാണ് ബിഗ് ബോസ് പറഞ്ഞിരുന്നത്. ഒന്നാമതായിട്ട് അവർ പറഞ്ഞ 3 കാര്യങ്ങളിൽ നെവിനെ ഉൾപ്പെടുത്താത്തതിൽ നന്ദി പറയുക. രണ്ടാമതായിട്ട് അവരെ സ്വാഗതം ചെയ്യുക. മൂന്നാമതായിട്ട് പുതുതായിട്ട് ഈ ഹൗസിൽ വന്നവർ നേരിടാൻ പോകുന്ന വെല്ലുവിളികളെ കുറിച്ച് ഉദാഹരണ സഹിതം പറയുക. നാലാമതായിട്ട് ഇത്രയും നാൾ ഈ ഷോ പുറത്തുനിന്ന് കണ്ടുവന്നതുകൊണ്ട് അവർക്കൊരു മേൽക്കോയ്മയോ ആധിപത്യമോ ഉണ്ടാകുമെന്നുള്ള വ്യാമോഹം വേണ്ട എന്നുള്ള ബോധ്യപ്പെടുത്തൽ. നെവിൻ പറഞ്ഞത് ജിഷിനെ പോക്ക് ചെയ്യാൻ പോകുന്നത് അനീഷാണെന്നാണ്. മസ്താനിക്കുള്ള വെല്ലുവിളി അനുമോളായിരിക്കും എന്ന് പറഞ്ഞു. പ്രവീണിന് ഷാനവാസ് ആയിരിക്കും വെല്ലുവിളി. സാബുമാനും നെവിൻ തന്നെയായിരിക്കും. ആര്യനും വെല്ലുവിളിയാകുമെന്ന് പറഞ്ഞു. ലക്ഷ്മിക്ക് അനുമോള് അല്ലെങ്കിൽ നൂറയായിരിക്കും വെല്ലുവിളി എന്ന് പറഞ്ഞു. കൂടാതെ ജൂനിയേഴ്സിന് ഇവിടെ പ്രത്യേകിച്ച് ആധിപത്യമൊന്നും കൊടുത്തിട്ടില്ല എന്ന് നെവിൻ ഓർമ്മിപ്പിച്ചു. മൊത്തത്തിൽ അവിടെ നടന്ന കാര്യങ്ങൾ നോക്കിയാൽ 5 പേര് വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ധൈര്യം കിട്ടിയത് അനുമോൾക്കാണ്. പിന്നെ നമ്മുടെ പഴയ ഗ്യാങ്ങുകൾ എന്തായാലും വന്നവരെയൊക്കെ മൊത്തത്തിലൊന്ന് വിലയിരുത്തുന്നുണ്ടായിരുന്നു. മസ്താനി ഇടയ്ക്കിടയ്ക്ക് രേണുവിനെ പോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ജിഷിൻ വന്നിട്ട് എന്തൊക്കെയോ പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ക്ലാസ് എടുത്തു കൊടുക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. പുള്ളി എന്തൊക്കെയോ പഠിച്ചു വെച്ചിട്ട് വന്ന പോലെ എല്ലാവരും ഷഫിൾ ചെയ്തിരിക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. നെവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജിഷിൻ വന്നിരിക്കുന്നത് AMT ഗ്രൂപ്പിലേക്കാണെന്ന് തോന്നുന്നു. പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് കടന്നു. നെവിനാണ് ഇത്തവണ ക്യാപ്റ്റനായിട്ട് സെലക്ട് ആയത്. അടുത്ത ഒരു പ്രധാന കാര്യം നോമിനേഷൻ ആയിരുന്നു. ലാസ്റ്റ് വീക്ക് എവിക്ഷൻ ഇല്ലായിരുന്നുകൊണ്ട് ലാസ്റ്റ് വീക്കിലെ നോമിനേഷനിൽ ഉണ്ടായിരുന്നവരെല്ലാവരും തന്നെ ഇത്തവണയും നോമിനേഷനിൽ ഉണ്ടാവും. അഭിലാഷ്, ഒനീല്, ആര്യൻ, ബിന്നി, ആദില, നൂറ, രേണു എന്നിവരാണ് ലാസ്റ്റ് വീക്കിൽ നോമിനേഷനിൽ ഉണ്ടായിരുന്നവർ. കൂടാതെ അനുമോളും ജിസയിലും ഡയറക്റ്റ് നോമിനേഷനിൽ ഇത്തവണ വന്നിട്ടുണ്ട്. ഇത്രയും പേര് ഓൾറെഡി അടുത്ത ആഴ്ചത്തേക്ക് നോമിനേഷനിൽ ഉള്ളത് കൊണ്ട് ബാക്കിയുള്ളവരിൽ നിന്നാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. പുതുതായിട്ട് വന്നവർ ആരെയൊക്കെയാണ് നോമിനേറ്റ് ചെയ്തതെന്ന് നോക്കാം. സാബുമാൻ ശൈത്യയെ അക്ബറിനെയും പറഞ്ഞു. പ്രവീൺ ശൈത്യയും റെനയും പറഞ്ഞു. ജിഷിൻ ശൈത്യയും അനീഷിനെയും പറഞ്ഞു. ലക്ഷ്മി ശൈത്യയും ഷാനവാസിനെയും പറഞ്ഞു. മസ്താനി ഷാനവാസിനെയും അപ്പാനിയാണ് പറഞ്ഞത്. വന്നവരിൽ ഏറ്റവും കൂടുതൽ പേര് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ശൈത്യയാണ്. ഇവർ പുറത്തു നിന്ന് കണ്ടിട്ട് വന്നപ്പോൾ അനുമോള് കുറച്ച് ഹൈപ്പിൽ നിൽക്കുന്ന ആളായിട്ട് തോന്നിയിട്ടുണ്ടാവും. അപ്പൊ അനുമോളുടെ കൂടത്തിൽ വലിയ ഗുണമൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരാളായിട്ടായിരിക്കും ശൈത്യയെ പറ്റി ഇവർക്ക് തോന്നിയിട്ടുണ്ടാവുക. അങ്ങനെ 6 പേര് വീതം അനീഷിനെ അക്ബറിനെയും നോമിനേറ്റ് ചെയ്തു. ഷാനവാസിനെയും റെനയും ശൈത്യയും 7 പേര് വീതമാണ് നോമിനേറ്റ് ചെയ്തത്. ക്യാപ്റ്റനായ ശരത്തിനെ നോമിനേറ്റ് ചെയ്തത് 9 പേരാണ്. ചുരുക്കി പറഞ്ഞാൽ പുതിയ
പുതിയതായിട്ട് വന്നവരും ക്യാപ്റ്റനായ നെവിനും ഒഴികെ ബാക്കി എല്ലാവരും ഇത്തവണ നോമിനേഷനിലുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം റെന പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിനെ പറ്റി നൂറയും ആദിലയും റെനയും തമ്മിൽ വഴക്കുണ്ടായി. റെന ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു സാധനത്തെ ആദിലയും നൂറയും ചേർന്ന് കറക്റ്റായിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ട് പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇവരങ്ങനെയുള്ള രീതിയിലാണ് മിക്കവാറും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാറ്. റെനയും നൂറയും ആദിലയും തമ്മിലുള്ള ആ ഒരു സംസാരം റെനയുടെ കരച്ചിലേക്ക് എത്തുന്നു. നൂറ ഏതായാലും റെനയെ ആശ്വസിപ്പിച്ചു. ആദിലയ്ക്ക് അത് വർക്കായില്ല, ബേബി ചെയ്തത് ശരിയായില്ലെന്നാണ് ആദിലയുടെ ഒരു കാഴ്ചപ്പാട്. നേരത്തെ പറഞ്ഞ പോലെ ആദില അത് വേറെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ ശ്രമിച്ചൊരു സാധനമാണ്, അതുകൊണ്ട് തന്നെ ബേബി ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല. അനുമോളും ജിസേലും ജയിലിലായി. അവർ തമ്മിലുള്ള കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. അനുമോൾ വളരെ സ്വീറ്റ് ആയിട്ട് ജിസേലിന്റെ അടുത്ത് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ വേറെ രീതിയിലാണ് എന്ന് പറഞ്ഞ് റെഡിയാക്കാനൊന്നും നോക്കുന്നുണ്ടായിരുന്നു. ജിസേലും അതുപോലെ തന്നെ വേറെ രീതിയിൽ അതങ്ങ് വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഓവറോൾ അവർ തമ്മിലുള്ള ഒരു സംസാരം ഒരു രസം ഉണ്ടായിരുന്നു. മസ്താനിയുടെ വക രേണുവിന്റെ അടുത്ത് വീണ്ടും ട്രിഗറിംഗ് ഉണ്ടായിരുന്നു. മരിച്ചിട്ട് പോലും സുധിച്ചേട്ടന് സ്വൈര്യം കൊടുക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞു. രേണു വിധവയല്ലെന്നും സുധിച്ചേട്ടൻ മരിച്ചിട്ടില്ല, മനസ്സിലുണ്ടെന്നും ഒക്കെ രേണു പറയുന്നുണ്ട്. മസ്താനി വന്നതുകൊണ്ട് രേണുവിന് സ്പേസ് കിട്ടിയില്ലെന്നുള്ള പക്ഷത്തിൽ മസ്താനി നിൽക്കുന്നു. മൊത്തത്തിൽ വന്നവരെല്ലാവരും ചേർന്ന് ഭയങ്കര ആവേശത്തിലാണ്. തണുത്ത വെള്ളം കുടിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം പോകുമെന്നറിയില്ല. വരും ദിവസങ്ങളിൽ ഇവരൊക്കെ എങ്ങനെയായിരിക്കും എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക്